अपने वचनों को करूंगा। മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. मत्ती के सुसमाचार 20 अध्याय की ओर अपने ध्यान को हम लेकर आएंगे। അതിന്റെ 16-ാമത്തെ വാക്യം उसके നമുക്ക് ചിന്തിക്കാം. 16वें पद को हम पढ़ेंगे। അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരും ആകും. मत्ती 20 का 16 में इस प्रकार लिखा है, इसी रीति से जो पिछले हैं वे पहले होंगे और जो पहले हैं वे पिछले होंगे। എല്ലാവരും ആ വാക്യം ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരും ആകും. और आप सभी ने वो वचन को ध्यान दिया होगा कि यहाँ पर इस प्रकार लिखा है, इसी रीति से जो पिछले हैं वे पहले होंगे और जो पहले हैं वे पिछले होंगे। അപ്പോ ഇനി മാത്രമല്ല, 19-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. इतना ही नहीं, मत्ती के सुसमाचार 19 अध्याय उसके 20 वचन को भी आप थोड़ा ध्यान दे दीजिए। അവിടെ നമ്മൾ വായിക്കുന്നത്, എങ്കിലും മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും. और वहां पर भी ये बात को लिखा गया है कि जो पहले रहते हैं वे पिछले हो जाएंगे और जो पिछले हैं वे पहले हो जाएंगे। അപ്പോ ഈ രണ്ട് വാക്യങ്ങളും ഈ രണ്ട് സംഭവങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് ഉപമകളും കർത്താവ് രണ്ട് ഉപമ പറഞ്ഞിട്ടാ കർത്താവ് ഇത് പറയുന്നത്, അല്ലെ? രണ്ട് കാര്യം പറഞ്ഞതിന് ശേഷമാണ് അതിന്റെ കൺക്ലൂഷൻ ആയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു കാര്യത്തോടുള്ള ബന്ധത്തിലാണ് ഈ രണ്ട് ഉപമകളും കർത്താവ് പറഞ്ഞിരിക്കുന്നത്. और परमेश्वर ने इन दोनों ये जो दृष्टांत हैं उसके साथ साथ इन बात को समझाने के लिए बातों को कहा है, और दोनों में एक समान ये बात को इसीलिए कह रहा है। ഇതെന്തിനാ കർത്താവ് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുൻപോട്ട് അതിനും പുറകിലേക്ക് പോകണം. और परमेश्वर ने या यीशु मसीह ने ये बात को क्यों समझाया है या क्यों बताया है, ये यदि समझना है तो उसके पिछले आयतों में हमें फिर से जाना पड़ेगा। കർത്താവ് ഇതൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും സംസാരിക്കുന്നത്. परमेश्वर ने एक सवाल का उत्तर के रूप में इन दोनों बातों को अपने दृष्टांतों में बता रहा है। ആ ചോദ്യം നമ്മൾ കാണുന്നത് 19-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലാണ്. और वो सवाल हम 19वें अध्याय उसके 27वें आयत में हम देखते हैं। അവിടെ പത്രോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്: ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. वहां पर पतरस यीशु मसीह से सवाल पूछता है, देख हमने तो सब कुछ छोड़कर तेरा पीछा हो लिया, तो हमें क्या मिलेगा। അപ്പോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവാണ് ഈ രണ്ട് ഉപമകൾ കർത്താവ് പറയുന്നത്. और यही एक सवाल का जवाब के रूप में यीशु मसीह जो हैं इन दोनों दृष्टांतों में इन बातों को बताता है। പത്രോസ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ളതിന്റെ കാരണം അതിനും പുറകിലോട്ട് പോയി ചിന്തിക്കണം. और पतरस ऐसा एक सवाल पूछने का कारण क्या है, ये यदि जानना है तो उस आयत के पिछले आयतों को आप फिर से पढ़ना पड़ेगा। പക്ഷെ നമുക്ക് ഇന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് ഞാൻ അവസാനിപ്പിക്കാം. लेकिन आज हम केवल इस भाग में से कुछ बातों को समझकर यहाँ पर मैं समाप्त करना चाहता हूँ। ഇവിടെ പത്രോസിന്റെ ഈ ഒരു ചോദ്യം, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള ചോദ്യത്തില് കർത്താവ് രണ്ട് പാർട്ടായിട്ടാണ് അതിന് ഉത്തരം കൊടുക്കുന്നത്. और यहाँ पर पतरस ने जो सवाल पूछा था कि अब हमें क्या मिलेगा, उसका उत्तर यीशु मसीह दो भाग में कर कर उन्हें देता है। അതിന്റെ ഉത്തരം ഒന്നാമത്തെ ഉത്തരം 28-ാമത്തെ വാക്യമാണ്: എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിങ്കൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങൾ ഇരുന്ന ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. उसका पहला भाग, उत्तर का पहला भाग जो है उसके 19 के 28 में हम देखते हैं, यीशु ने उनसे कहा, मैं तुमसे सच कहता हूं कि नई सृष्टि में जब मनुष्य का पुत्र अपनी महिमा के सिंहासन पर बैठेगा तो तुम भी जो मेरे पीछे हो लिए हो 12 सिंहासनों पर बैठकर इज़राइल के 12 गोत्रों का न्याय करोगे। അപ്പൊ കർത്താവ് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയിലെ വിഷയങ്ങളാണ്. അന്ന് കർത്താവിനോട് കൂടെ ഇരുന്ന് ന്യായം വിധിക്കുമെന്ന്.
और यीशु मसीह जो ये कह रहा है, जो 1000 साल के शासन के समय की बातों को कहता है, और यीशु मसीह कहता है कि तुम भी मेरे साथ रहकर लोगों के न्याय करेंगे। അപ്പോൾ കർത്താവ് പറയുന്നതിന്റെ കാര്യം ഇതാണ്: നിങ്ങള് സകലതും വിട്ട് എന്നെ അനുഗമിച്ചപ്പോൾ ഈ ഭൂമിയിൽ പലരും നിങ്ങളെ എതിർത്തു, ഈ ഭൂമിയിൽ പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തി, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ന്യായം കിട്ടാതെ പോയി. ന്യായം കിട്ടേണ്ട കാര്യങ്ങൾക്ക്, നീതി ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് ക്രിസ്തുവിന്റെ അനുയായികൾ എന്നുള്ള നിലകളിൽ നിങ്ങൾക്ക് ന്യായം കിട്ടിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ എല്ലാ നിലകളിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണെന്നും എല്ലാവരും നിങ്ങളെ തള്ളിക്കളയുമെന്നും ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടിനെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. यीशु मसीह उन्हें ये बात को बता रहा है कि अब मैं ये बात को अच्छी रीति से जानता हूँ कि तुम जब परमेश्वर के नाम से निकलोगे तो लोग तुम्हें एकांत कर देंगे, लोग तुम्हें अकेला बना देगा, और उसके पश्चात तुम्हारे लिए जो न्याय की बातें हैं वे तुम्हारे लिए वो पूरा नहीं करेंगे। न्याय तुम्हारे साथ होता रहेगा, और इन सारी बातों को यीशु मसीह उन्हें याद दिलाता है। കർത്താവ് ഒന്നാമത് പറയുന്ന കാര്യം, ഈ ഭൂമിയിൽ നിങ്ങളെ വിധിച്ചവരെ, ഈ ഭൂമിയിൽ നിങ്ങളെ വിധിച്ചവരെ നിങ്ങൾക്ക് വിധിക്കാൻ ഒരു സമയം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. और यीशु मसीह ये बात को उन्हें बताता है कि संसार में जो तुम्हारे अन्याय को या अन्याय रीति से जो न्याय को किया है, उनका न्याय करने का समय मैं तुम्हें दूंगा। നമ്മൾ പലപ്പോഴും ആശ്വാസത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് സ്വർഗത്തിൽ ദൈവം എനിക്ക് പ്രതിഫലം തരും, അല്ലെ? നമ്മൾ പല വേദനകളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ ദൈവം എനിക്ക് പ്രതിഫലം തരും, സ്വർഗത്തിൽ ദൈവം എനിക്ക് ന്യായം നടത്തി തരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലല്ല, ഈ ഭൂമിയിൽ അനുഭവിച്ച കാര്യങ്ങൾക്ക് हम कई बार परमेश्वर से कहते हैं या प्रभु की उपस्थिति में बात को बोल देते हैं कि परमेश्वर, हम जब ऐसे दुख के अवसर में या न्याय को हम जब सहते हैं तो हम आश्वासन के लिए बोलते हैं कि स्वर्ग में परमेश्वर मुझे प्रतिफल देगा। और प्रभु का वचन से हम ऐसे भी बोलते हैं कि परमेश्वर हमारे लिए न्याय को करेगा। तो मैं ये बात को आपको बताना चाहता हूँ कि स्वर्ग में नहीं, इस पृथ्वी में रहने के समय में ही परमेश्वर आपको न्याय करने का अवसर को देगा। പ്രൈസ് ലോർഡ്. രാവിലെ ഒരു വലിയ പോരാട്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രതിഫലം തരാനാ ദൈവം തീരുമാനിച്ചേക്കുന്നത്. और मेरा कहने का तात्पर्य यही है कि इस पृथ्वी में हम जिस बात को अनुभव करते हैं, उसका प्रतिफल इस पृथ्वी में ही देने के लिए परमेश्वर हमारे लिए योजना बना रहा है। ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ന്യായം കിട്ടാതെ പോയ കാര്യങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ വിധിക്കാനുള്ള ഒരു അധികാരമാണ് കർത്താവ് നമുക്ക് തരുന്നത്. इस पृथ्वी में जिस बात के लिए हमें न्याय नहीं मिला था, उस उन बातों का न्याय का अवसर करने का प्रभु एक समय हमें इस पृथ्वी में देगा। പത്രോസ് ചോദിക്കുന്നത്, ഇതെല്ലാം വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിട്ട് നാട്ടുകാരുടെ പഴിയും ദുഷിയും കേട്ട് ന്യായം കിട്ടാതെയും ഒറ്റപ്പെട്ടും എല്ലാവരും തള്ളപ്പെട്ടും ജീവിക്കുന്ന ഞങ്ങൾക്ക് എന്നാ ഉണ്ടെന്നുള്ള ചോദ്യത്തിന് കർത്താവ് ഒന്നാമത് പറഞ്ഞ ഉത്തരം, നിങ്ങൾക്ക് സ്വർഗത്തിലൊന്നുമല്ല, ഇപ്പം നിങ്ങളെ വിധിക്കുന്ന, ഇപ്പം നിങ്ങൾക്ക് ന്യായം കിട്ടാതെ പോകുന്ന, ഇപ്പം നിങ്ങൾ ഒറ്റപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കാനുള്ള അധികാരമാണ് ഞാൻ ഒന്നാമത് തരാൻ പോകുന്നത്. और जब पतरस ने यीशु मसीह से ये बात को सवाल किया कि हम सब कुछ छोड़कर तेरे पीछे हो लिए हैं तो हमें क्या मिलेगा, तो यीशु मसीह पतरस को बताता है कि तुम जो अन्याय को या जो न्याय नहीं मिलने वाली बातों को इस पृथ्वी में जब तुम सह रहे हो, तो इस पृथ्वी में ही सिंहासन पर बैठकर न्याय करने का अवसर मैं तुम्हारे लिए प्रदान करूंगा। അവിടെ വെളിപ്പാട് പുസ്തകം 20-ന്റെ 4-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം ഈ വാക്യം നമ്മൾ പഠിക്കാനായിട്ട്. അതായത്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു, യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ
അതിന്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായിട്ടുള്ള ആത്മാക്കളെയും ഞാൻ കണ്ടു. ആ അവർ 1000 ആണ്ട് അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ വാഴ്ച നടത്തുകയാണ്. और इस बात को यदि हमें समझना है तो प्रकाशित वाक्य का चौथा अध्याय में चौथे आयत से आगे की आयतों को हमें पढ़कर उसको समझने की आवश्यकता है कि वहां पर इस प्रकार बताते हैं कि उस दिनों में या उस समय में सिंहासन के चारों ओर 24 सिंहासन में सिंहासनों पर बैठकर वे लोग शासन करते हुए या न्याय करते हुए बातों को वो देखते हैं। और वहां के लोगों को या पृथ्वी के लोगों को जो अन्याय करते थे उनके ऊपर न्याय करने वाली अवस्थाओं को वो देखते हैं। तो वचन ये बात को हमें सिखाता है कि उस 1000 साल की जो शासन काल है वहां पर ये सारी अनुभवें होंगी और इन सारी बातों के बारे में यहाँ पर बताया गया है। ഇതാണ് കർത്താവ് ഒന്നാമത് പറഞ്ഞ കാര്യം. और यही पहली बात प्रभु यीशु ने उनको बताया है। ഇനി കർത്താവ് രണ്ടാമത് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് അതിന്റെ 29-ാമത്തെ വാക്യം. और यीशु मसीह ने दूसरा बोला हुआ बात को उसके 29वें आयत में हम देखेंगे। എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. और उसके 29वें आयत में इस प्रकार लिखा है कि और जिस किसी ने घरों या भाइयों या बहनों या पिता या माता या बाल बच्चों या खेतों को मेरे नाम के लिए छोड़ दिया है उसको 100 गुना मिलेगा और वो अनंत जीवन का अधिकारी होगा। അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞ എല്ലാം 100 മടങ്ങ് കിട്ടും. यहाँ पर यीशु मसीह कहता है कि सब कुछ वो 100 गुना उनको प्रतिफल देंगे। കർത്താവ് ഒരു അതിശയോക്തി പറയുന്ന ഒരാളല്ല. यीशु मसीह कभी भी बढ़ा चढ़ाकर कहने वाला एक व्यक्ति नहीं है। അതുകൊണ്ട് തന്നെ കർത്താവ് ചുമ്മാ പറഞ്ഞൊന്നുമല്ല. 100 മടങ്ങ് കിട്ടും എന്ന് പറഞ്ഞാൽ 100 മടങ്ങ് തന്നെ കിട്ടും. और इसलिए यीशु मसीह ने यूं ही कहा हुआ एक बात नहीं है। यदि उसने कहा है कि 100 गुना मैं तुम्हें दूंगा तो वो वैसा ही देगा। എന്നിട്ട് ഇതേ കാര്യം പറഞ്ഞിട്ടാണ് കർത്താവ് ആദ്യം പറഞ്ഞത്, എങ്കിലും മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ मुनपन्माരും ആകും. और यही बात को कहने के पश्चात उसके बाद यीशु मसीह कहता है परंतु बहुत से जो पहले हैं वे पीछे पिछले होंगे और जो पिछले हैं वे पहले होंगे। ഈ ശിഷ്യന്മാര് ചോദിച്ചത് അവരുടെ ഹൃദയത്തിന്റെ അകത്ത് കടന്ന ഒരു ഭയങ്കര സംശയമാണ്. കുറെ നാൾ അവരുടെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ഭയങ്കര സംശയ ചോദ്യം. അതുകൊണ്ട് കർത്താവിനറിയാം ഒറ്റ വാക്കിലൊന്ന് ഉത്തരം പറഞ്ഞാൽ അത് അവർക്ക് അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കർത്താവ് ഇതേ കാര്യം തന്നെ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഭാഗമാണ് 20-ന്റെ 1 മുതലുള്ള വാക്യം. और प्रभु के चेले जो थे वे लोग कई समय से इस सवाल को अपने मन में लेकर चल रहे थे और इसी के विषय में एक स्पष्टता को वो चाहते थे। तो यीशु मसीह ने इस बात का उत्तर उन्हें ऐसे भाग भाग में देते हैं और उन बातों को और बेहतर समझाने के लिए मत्ती के सुसमाचार 20 अध्याय के 1 आयत से कुछ और बातों को उनको सरल करने के लिए बताते हैं। ഈ 100 മടങ്ങ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് പറഞ്ഞിട്ട് പോയാൽ മതിയോ? ഇതെങ്ങനെ കിട്ടുന്നെന്ന് പറയണ്ടേ? और जब 100 गुना तुम्हें मिलेगा जब ऐसे कहा जाता है तो उसको कैसे प्राप्त करना है वो भी तो जानना जरूरी है। ഇനി 100 മടങ്ങ് എന്തുവാ കിട്ടുന്നതെന്ന് അറിയണ്ടേ? और ये 100 गुना क्या मिलने जा रहा है ये भी तो हमें जानना है। അപ്പൊ അതൊക്കെ ഒന്ന് വിശദീകരിക്കാനായി 20-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് 16 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് പറഞ്ഞേക്കും. और ये सब बताने के लिए 20 अध्याय की 1 से लेकर 16 तक आयतों में यीशु मसीह बातों को समझाता है। ഇവിടെ നമ്മൾ കാണുന്നത് 4 സമയത്ത് അതേപോലെ യജമാനന് കുറച്ച് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അല്ലെ, ആ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ജോലിക്കാർ വന്ന കാര്യമാണ് കർത്താവ് ഒരു ഉപമയായിട്ട് അവിടെ പറയുന്നത്. वहां पर एक दृष्टांत के रीति से यीशु मसीह ने एक बात को बताया कि एक स्वामी था और उसके कई दास लोग थे और वो दास लोग अलग अलग समय पर नौकरी करने के लिए वहां उस दाग की बारी में आता है। 3-ാം മണി നേരത്ത് വന്നവരുണ്ട്, 6-ാം മണി നേരത്ത് വന്നവരുണ്ട്, 9-ാം മണി നേരത്ത് വന്നവരുണ്ട്, 11-ാം മണി നേരത്ത് വന്നവരുണ്ട്.
और कई लोग तीसरे पहर में आए, कई लोग 6 बजे के समय में आए, कई लोग 9 बजे के समय में आए, कई लोग 11 बजे के समय में आए। ഞാൻ അതിന്റെ ഒരു കീ പോയിന്റ് മാത്രം, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഒരു കാര്യം പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. और मैं उनमें से एक छोटा सा एक बात जो आपको समझ में आ जाएगा वो बात को बताकर मैं यहाँ पर समाप्त करता हूँ। അതായത് 20-ാം അധ്യായം 1 മുതലുള്ള വാക്യം, സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട്. വാക്യം ശ്രദ്ധിച്ചോ. वहां पर ध्यान से आप पढ़ेंगे तो 20 अध्याय के पहले आयत से आप देखिए, स्वर्ग का राज्य किसी गृहस्थ के समान है, गृह स्वामी के समान है, जो सवेरे निकला कि अपनी दाख की बारी में मजदूरों को लगाएं। उन्होंने मजदूरों से 1 दिनार रोज पर ठहराया। तो आप वो वचन को ध्यान से देखना है। ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമേ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ആദ്യം വന്ന ആൾക്കാരെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ സമയം വെച്ച് പറയാം, രാവിലെ 6 മണിക്കാ പണി തുടങ്ങുന്നത്, വൈകിട്ട് 6 മണിക്ക് പണി കഴിയും. അപ്പൊ രാവിലെ 6 മണിക്ക് വന്നവരുടെ കാര്യം പറയുകയാണ്. അവരെ പണിക്ക് വിളിച്ചപ്പോ എങ്ങനെ വിളിച്ചെന്നറിയാവോ? ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ടാ വിളിച്ചത്. और आप समझना है, और समझने के लिए आपको अपने आप को तैयार रखना है इन बातों को, कि आप अपने आप में ये बातों को विचार करें कि यहाँ पर एक ऐसे, यदि हमारी यहाँ की परिस्थिति के अनुसार बोला जाए तो यहाँ पर मान लीजिए सवेरे 6 बजे अपना काम, यहाँ पर निर्माण काम शुरू होते हैं या कोई भी काम शुरू करते हैं, तो सवेरे आए हुए लोगों से वो स्वामी इस प्रकार कहते हैं कि दिन का 1 दिनार ऐसे उन्होंने उनसे रोजगार को ठहराया था। അപ്പൊ ആദ്യം വന്നവരുമായിട്ട് എന്തോ ഉണ്ട്? ഒരു കരാറുണ്ട്. तो पहले एकदम आए हैं उनके साथ एक एक प्रकार का एक उन्होंने कुछ ऐसे एक एक संबंध या रिश्ते को बना के रखे थे। ഇനി അടുത്തത് രണ്ടാമത്തെ സെക്ഷൻ ആൾക്കാർ വരുവാണ്. अब दूसरे झुंड के लोग आते हैं। അവരെ വിളിച്ചപ്പം അവരെ വിളിച്ചപ്പോ യജമാനൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചേ? അതായത് രാവിലെ 6 മണിക്കത്തെ കാര്യമാണ് പറഞ്ഞു. ഇനി 9 മണിക്ക് വരുന്നവരുടെ കാര്യമാണ്. അവരെ വിളിച്ചപ്പം കർത്താവ് പറഞ്ഞത് 4-ാം വാക്യം, നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ. अब आप देखिए दूसरे जो नौवे पहर में आए हुए लोग थे उनके बारे में क्या लिखा है, वहां पर वचन में हम देखेंगे तो वहां पर यीशु मसीह कहता है, तुम भी दाख की बारी में जाओ और जो ठीक है तुम्हें दूंगा। റോജൻ പാസ്റ്റ് പറഞ്ഞൊരു വല്ലാത്ത പോരാട്ടമാണല്ലേ ഇത്. ഉം. ഫസ്റ്റ് ഇത് വൈഫൈയുടെ പ്രോബ്ലമാ. അപ്പൊ അതുകൊണ്ട് ഈ ഡാറ്റ ഒരു 12 രൂപ കൊടുത്താൽ 1 GB ഡാറ്റ കിട്ടും.